ഞാനിപ്പോ സെൻട്രൽ ഇസ്രായേലിലാണുള്ളത്, ടെലവിവില്. ഈ ഏകദേശം അലാറം വരുന്നുണ്ട്, കണ്ടിന്യൂസ് അലാറം വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോ ഒരു അലാറം വന്ന് പോയത് ഉള്ളൂ. ഇവരിപ്പം അലാറം മെയിൻ ആയിട്ട് ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് അറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് ഇവരിപ്പോ അലാറം ഇടുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽസ്, നേരത്തെ ഒരു ബഞ്ച് മിസൈൽസ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഒരു മിസൈല്, രണ്ട് മിസൈല്, കൂടെ ഡ്രോൺസ് അങ്ങനെ അയക്കുമ്പം എല്ലാ അക്രോസ് ഇസ്രായേൽ എല്ലായിടത്തോട്ടും അലാറം ഒന്നിച്ചു വരുന്ന രീതിയിലോട്ടാണ് അവരിപ്പം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെൻട്രൽ ഇസ്രായേൽ നമുക്ക് അലേർട്ട് കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സെൻട്രൽ ഇസ്രായേലിലോട്ടുള്ള ആൾക്കാർ അവിടെ ശ്രദ്ധിക്കുമ്പം അതേ സെയിം ടൈം തന്നെ ജെറുസലേമിലോട്ടും ഹൈഫയിലോട്ടും എല്ലാം അലാറം കിട്ടുന്ന രീതിയിലൂടെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇവര് ചെയ്യുന്നത്. ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു, നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, എന്നിരുന്നാലും ആ രീതിയിലോട്ടാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. ഇന്നിപ്പം ഇതുവരെയുള്ള അപ്ഡേഷൻ വെച്ചിട്ട് അറിയാം നമുക്ക് ഇവിടെ 212 ബാലിസ്റ്റിക് മിസൈലാണ് ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ വന്നിരിക്കുന്നത്. ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് കയറിയത് ഇപ്പത്തെ അളവനുസരിച്ച് ഏകദേശം 52 കയറിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇന്നലെ ടെലവില് രാത്രി 12 കൂടി ടെലവില് സെൻട്രൽ ഇസ്രായേലിലോട്ട് ഒരു വീടിന്റെ അടുത്തോട്ട് പതിച്ചത്. വീടിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നെങ്കിലും അതിന്റെ ഫ്രാഗ്മെന്റ്സും ഇമ്പാക്ട്സും ഉണ്ടായിട്ട് വീടിന്റെ ചില ആളുകളെ 200-200ഓളം ആളുകളെ ഹോട്ടലിലോട്ട് മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു സങ്കടകരമായ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, കാരണം ഞാൻ കെയർ ഗീവർ ആണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഫിലിപ്പിനോ കെയർ ഗീവർ ഇന്നലെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. കുട്ടി ഷെൽട്ടറിലോട്ട് പോകുന്ന സമയമായിരുന്നു, ഫ്രാഗ്മെന്റ്സ് തെറിച്ചിട്ട് കുട്ടി ഞങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി 10:30 വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ, അതായത് 40+ റെസിഡൻസ് ഡാമേജുകൾ ആയിട്ടുണ്ട്. ആൾക്കാർക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന ഇതുവരെയുള്ള അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഞങ്ങളിൽ നിന്നുള്ള ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. വേറൊരു ഇസ്രയേലി ഒരാളും മരിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഈ ഒരു അന്തരീക്ഷത്തില്. ബാക്കി പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇസ്രായേൽ ഓക്കെയാണ്, അലാറം വരുന്നുണ്ട്, ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട്, സേഫ് ആണ്. ഓക്കെ, നമുക്കറിയാം ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ നടത്തുന്ന ആ ഒരു ആക്രമണം, അത് എത്രത്തോളം ഒരു ആശങ്ക? നമുക്കറിയാം ഈ അവിടെ നിന്നൊക്കെയുള്ള കുറേ പേരൊക്കെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹത്തിൽപ്പെട്ട നിരവധി പേർ ഈ ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ കൂടി ടാർഗറ്റ് ചെയ്യുന്നു. ആ ഒരു ആക്രമണത്തോട് ഇസ്രായേൽക്കാർ പുലർത്തുന്ന ഒരു മനോഭാവം, അതിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്? അല്ലെ, നമുക്ക് ഇവിടെ കിട്ടുന്ന അറിവനുസരിച്ചിട്ട് ഇവിടെയുള്ള ഇസ്രായേൽ സിറ്റിസൺസ്, കാരണം നമ്മൾ ബങ്കറിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് ഗൾഫ് മേഖലയിൽ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ ഇവർക്കും നല്ല സങ്കടമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് മേഖല അത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവിടെ ഒത്തിരി നാശനഷ്ടങ്ങൾ വരുന്നത് കൊണ്ടും അവിടെയുള്ള ആളുകൾ ഒത്തിരി പരിഭ്രാന്തരാകുന്നതും കണ്ട് ഇവിടെയുള്ള ആളുകൾ തന്നെ പലരും ദുബായിലും അവിടെയെല്ലാം ടൂറിനും എല്ലാം പോയിട്ടുള്ളവരും അവിടെ കുടുങ്ങിക്കിടക്കുന്നതും ആയ ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുമുണ്ട്. അവിടുത്തെ ആൾക്കാർ പരിഭ്രാന്തരാകുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ അവര് ഇതിനു മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം, അല്ലാണ്ട് ഗൾഫ് മേഖല അത്രയും വെൽ ഡെവലപ്ഡ് അല്ല എന്നല്ല പറയുന്നത്. ഇതുപോലൊരു വാർ സിറ്റുവേഷൻ അവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ രീതിയിൽ വരും എന്നുള്ള കാര്യം അവർ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നതിൽ നല്ല വിഷമം ഇവിടെ ഇസ്രായേലികളുടെ ഇടയിലുണ്ട്. അവരെല്ലാരും സങ്കടം പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ചെറിയ കുട്ടികൾ വരെ അവര് നമ്മുടെ അലാറത്തിന് വേണ്ടിയിട്ട് അതിനകത്തെല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ വളർന്നു വരുന്നത്. പക്ഷെ GCC കൺട്രിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അറിയാലോ, എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം അവിടെയുണ്ട്. അവര് ഞങ്ങളെക്കാൾ കൂടുതൽ പരിഭ്രാന്തരാകുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പ്രാർത്ഥിക്കാം. അതിലെ ഓക്കെ, ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ഇറാൻ കൃത്യം നമുക്കറിയാം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, അവിടുത്തെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങൾ, അവിടങ്ങളിലേക്കൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്ക് നടത്തുന്ന ഒരു ആക്രമണം, അത് വളരെ കൃത്യമായിട്ട് ഈ ജനവാസ മേഖലകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നടത്തുന്ന ആക്രമണങ്ങളല്ലേ? അതായത് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ കൊന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ നടത്തുന്ന ഒരു ആക്രമണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കില്ലേ? ഇറാൻ ഇസ്രായേലിട്ട് നടത്തുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഇന്ന സ്ഥലത്തോട്ട് വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ കണ്ണും പൊട്ടി
വിടുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഏറ്റവും സിവിലിയൻസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നിരുന്നാലും അവര് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് സിവിലിയൻസ് കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിലോട്ടാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ IDF-ലുള്ള ആ ഒരു അവരുടെ ഒരു പ്രാഗൽഭ്യം പോലും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് ഇന്ററപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെയാണെങ്കിലും. ഓക്കെ, വളരെ നന്ദി. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു IDF-ന്റെ ഒരു ഇപ്പം ജസ്റ്റ് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മോർ മിസൈൽസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും എല്ലാവരും ജാഗ്രത പാലിക്കുക. എല്ലാവരും ഷെൽട്ടർ റൂമിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ആരും അനാവശ്യമായിട്ട് പുറത്തു പോകരുത്. കാരണം മോർ മിസൈൽസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ അവസരങ്ങളിൽ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത അതാണ്. ഓക്കെ,